തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന് പറ്റും വിധത്തിലുള്ള ക്ലിപ്പുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. റീൽസ്, ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ കുഴി സ്വയം തോണ്ടിക്കൊണ്ടേയിരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഓരോരുത്തരും ഉണ്ടാക്കി വിടുന്ന വൃത്തികെട്ടതും അല്ലാത്തതും, മാനസികമായി നമ്മളെ തോപ്പിച്ച് കളയുന്നതും അല്ലാത്തതും, ധാർമ്മികമായി വല്ലാതെ മോശമാക്കുന്നതും അല്ലാത്തതും ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നിട്ട് എത്ര സമയം നമ്മൾ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ച് കളയുന്നുണ്ട് എന്ന് ആലോചിച്ചു. എത്ര സമയം? എന്താ അതുകൊണ്ട് ഉപകാരം? കണ്ണ് കേടരുന്നില്ലേ? മാനസികമായി ഭയങ്കരമായ സമ്മർദ്ദം വരണില്ലേ? രാത്രിയൊക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്ന ആളുകൾക്ക് നല്ലവണ്ണം ഉറക്കം കിട്ടൂല എന്ന് ശാസ്ത്രീയ പഠനങ്ങളില്ലേ? രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയാൽ അവിടെ ഇങ്ങനെ തൂങ്ങുന്നും അവിടെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നും അവർക്ക് ജോലിയിൽ പുരോഗതിയിലേക്ക് എത്താൻ പറ്റില്ലെന്നും ബിസിനസ് ഇങ്ങനെ വെച്ചടി താഴേക്ക് പോകുമെന്നും പഠനങ്ങളില്ലേ? അതിൻ്റെ ആഹ്റത്തിൻ്റെ കാര്യം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കണ്ണിന് സുഖമില്ലാത്തൊരു കുട്ടിയെ ഡോക്ടർ എടുത്തു കൊണ്ടുപോവുക. കണ്ണിന് തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. ആദ്യം ചോദിക്കുക എത്രയാണ് ഫോണ് കാണൽ എന്നായിരിക്കും. ഒഴിക്കാൻ പറ്റുമോ നമുക്ക്? നിഷേധിക്കാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെയൊക്കെ ആയ സാധനത്തിൽ സമയം കളഞ്ഞ് ആരൊക്കെയോ അതിന് ഷെയറും കമൻറ്റും കിട്ടാൻ വേണ്ടി, അതിൽ നിന്ന് വരുമാനം ഒപ്പിക്കാൻ വേണ്ടി ഓരോ വൃത്തികേട് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. വളരെ മാരകമായ കുറേ സീനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കുറേ തമാശക്കാർ അവതരിക്കുന്നു. അവർക്ക് വല്ലാത്ത ഫാനുകൾ ഉണ്ടാകുന്നു. അവരുടെ ഓരോ വാക്കും ആസ്വദിച്ച് കുടുംബം ഒന്നിച്ചിരുന്ന് ചിരിക്കുന്നു. അത് റബ്ബിനെ ചോദ്യം ചെയ്യുന്നതുണ്ട്, സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു. അള്ളാന്റെ റസൂലിനെ പരിഹസിക്കുന്നതുണ്ട്, സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു. മുത്തറസൂൽ പറഞ്ഞല്ലോ, ഒരു മുഴം മാത്രമേ ഉണ്ടാവുള്ളൂ സ്വർഗത്തിൻ്റെ ഇടയിൽ, ഇടക്ക് വെച്ച് തെന്നിപ്പോകുമെന്ന്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ ചിരിച്ച് തെന്നിപ്പോയത് അറിയാതെ പോകുന്നു. ഉദ്ഘാടനത്തിന് വരുമ്പോൾ നല്ല പാൻറ്റും കുപ്പായൊക്കെ ഇടാം ചില ചങ്ങാതിമാർ ജീവിതത്തിൽ. നേരെ മറിച്ച് അഭിനയത്തിലേക്ക് പോകണമെങ്കിലോ അപ്പം നീളം കുപ്പായം വേണം, തൊപ്പി വേണം, എന്തെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ലുക്ക് വേണം. ഈ തൊപ്പി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അത് ഇസ്ലാമിൻ്റെ സിമ്പലാണ്. അമുസ്ലിങ്ങൾക്ക് പോലും ഇത് മുസ്ലിങ്ങളുടെ ലക്ഷണമാണ്, അടയാളമാണെന്ന് കൃത്യമായി അറിയുന്ന, നിഷേധിക്കുന്നത് തെറ്റായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തൊപ്പി, തലയിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ കുമാരനാശാൻ ദുരവസ്ഥ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, കവിതയിൽ ഇസ്ലാമിലേക്ക് ചേരുക എന്നുള്ളതിന് പറയുന്നത് തൊപ്പിയിടുക എന്നാണ്. ഇപ്പോഴുണ്ട് അങ്ങനത്തെ പ്രയോഗം നമ്മുടെ കേരളത്തിലൊക്കെ. പൊന്നാനി കൊണ്ടുപോയി തൊപ്പിയിടണം എന്ന് പറയും ചില സാമ്പത്തിക വിദഗ്ധന്മാർ. അവർക്ക് ദൈവമൊന്നുമില്ലാത്തവരാണ്. അവര് ഇന്ത്യയുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീരണം എന്നുണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ പൊന്നാനി കൊണ്ടുപോയി തൊപ്പിയിടിപ്പിക്കണം എന്ന് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. എന്താ തൊപ്പിയിടുക എന്ന് പറഞ്ഞാൽ? എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരാഴ്ചറമം പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം, ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ. എന്താ തൊപ്പിയിട്ടാൽ? എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരേഴച്ചറമം പോയി തൊപ്പിയിട്ടാൽ. ജാതീയത എന്നുള്ളതിൻ്റെ വിഷയം പറയാണ് മൂപ്പരാണ്. ഇസ്ലാമിൻ്റെ ഒരു മനോഹാരിതയാണ് ജാതീയത അല്ല എന്നുള്ളത്. എല്ലാവരും സമന്മാരാണെന്നുള്ളത്. അറബിക്കും അനറബിക്കും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളത്. തഖ്വ കൊണ്ടും ഇൽമു കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശ്രേഷ്ഠത മാത്രമേ ഉള്ളൂ. അല്ലാതെ ജനിച്ച വർഗത്തിന് ശ്രേഷ്ഠതയില്ല. ഓൻ ആ തറവാടാണ്, ഓൻ ആ ഗോത്രാണ്, അവൻ ആ ജാതിയാണെന്നൊക്കെ പറയണതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. കുറേ ഹദീസുകളും ആയത്തുകളും ആ വിഷയത്തിലുണ്ട്. സൂറത്തുൽ ഹുജറാത്തിന്റെ 13 മുതൽ. ഞാനത് വിശദീകരിക്കല്ല, എൻ്റെ വിഷയം അതല്ലല്ലോ. അങ്ങനത്തെ ജാതീയത പറഞ്ഞ ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നകംറുഉം ഫീകൽ ജാഹിലിയ്യ ആബാദ. ഇപ്പോഴും ഉള്ളിൽ പഴയ ജാഹിലിയത്ത് കുടികൊള്ളുന്നല്ലോ അബൂദർ എന്ന് റളിയല്ലാഹു അൻഹു. ജാതീയതക്കൊന്നും ഒരു സ്ഥാനം ഞാൻ കൊള്ളാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും വലിയ മന്ദബുദ്ധിയാണെന്ന് വിചാരിക്കണം, ഉറപ്പിക്കണം. റസൂൽ പറയുന്ന ഒരു ഹദീസുണ്ട്, ഇവിടെ അങ്ങനെ തന്നെ എനിക്ക് അർത്ഥം വയ്ക്കാൻ പ്രയാസമാണ്, അത് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന മുത്തല്ലിങ്ങളുടെ സഹസിലൊക്കെ പറയാൻ പറ്റുള്ളൂ. മൻ തഅസ്സാബി അസാഇൽ ജാഹിലിയ്യ, പണ്ടത്തെ കുടുംബ ഗോത്ര മഹിമക്കേട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ന്. ജാഹിലിയ കാലത്തെ കുടുംബ ഗോത്ര മഹത്വമൊക്കെ അങ്ങനെ പേറിയിട്ട് അതിൻ്റെ വാലൂട്ട് അതിൻ്റെ കൊമ്പും ധരിച്ചിട്ട് ഞാൻ തിരക്കടില്ല, നിന്റെ ഗോത്രം തിരക്കടില്ല ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫഅ്ലുഹു ബിഹനി അബീഹി എന്നാണ്. ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സന്തോഷത്തിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകി സംസാരിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഗതിയുടെ ഗൗരവം തെളിയിക്കാൻ വേണ്ടി പറയണത് ഓന് വേറെ പണി നോക്കാന്നാണ്. നമ്മൾ ഉൾക്കൊള്ളാതെ പറ്റൂല. അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ എല്ലാ ജാതീയതയും മാറി. ഇതുവരെ ഏമാനെ കാണുമ്പോൾ ദൂരെ നിൽക്കേണ്ടയാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഏമാനിരിക്കണ സാഹസിൽ മൂപ്പര അതേ വിധാനത്തിൽ ഇരിക്കാൻ പറ്റും. ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാൻ മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ. ഇത് പറയുമ്പോൾ ഇസ്ലാമിൽ ചേരുക എന്നുള്ളതിന് ആശാൻ പറയുന്നത് തൊപ്പിയിടുക എന്നാണ്. ചിലപ്പോൾ ഒരു ഉസ്താദിനോട് നിങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാവും, അത് ആ വ്യക്തിയിൽ തീരണം. ഓൻ്റെ നീളംകുപ്പായം, ഓൻ്റെ തൊപ്പിയും, ഓൻ്റെ തലയിക്കെട്ടുക്കും തൊപ്പിക്കും കയറരുത് നമ്മുടെ വിദ്വേഷം. കാരണം അത് ആദർശപരമായ കാര്യമാണ്. അത് ആദർശപരമായ കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ച് തൊപ്പിയിട്ടാൽ എന്നാണ് ഇസ്ലാം പറഞ്ഞത്, അല്ലെ നമ്മുടെ കുമാരനാശാൻ പറയണത്. അപ്പൊ തൊപ്പിക്കൊരു മഹത്വമുണ്ട്. അതുകൊണ്ട് തോന്നിയാസം ചെയ്യാനുള്ളതല്ല എന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അപ്പം അങ്ങനെയെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക, വിശദീകരിക്കേണ്ടതാണ്. മാനം കെടുത്തിക്കൊണ്ടിരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതെ അന്തം വിട്ട് ജീവിക്കുക. മാതാപിതാക്കളും വേദഗ്രന്ഥങ്ങളും തിരു ഹദീസിൻ്റെ കിതാബുകളും മഹാന്മാരും പള്ളിയും മദ്രസയും ആദരിക്കേണ്ടതാണ്. അതിനാ തലത്തിൽ നിന്ന് മാറ്റുക. പാങ്കൊടുക്കുന്ന സമയത്ത് എന്താ ഒരു കുറുക്കനെ ഓളിയിടണമെന്നൊക്കെ പറഞ്ഞാൽ കുറുക്കനെ അറിയായിരിക്കുമല്ലേ, നിങ്ങൾക്ക് നാട്ടിലില്ലല്ലോ. ഈ ബാങ്കിനെ പരിഹസിക്കാൻ വേണ്ടി അത് പറയുന്നെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോവും. അതുകൊണ്ടാ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് മഹാനായ യാക്കൂബ് നബി തൻ്റെ മക്കളോട് ഉപദേശിക്കുന്നത്. ഈ ഉപദേശം സ്വീകരിച്ച മക്കളുടെ അനുഭവം കൂടി നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ. മരണവക്രത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ സൂറത്ത് യൂസുഫിൻ്റെ 101-ാമത്തെ വാക്യത്തിൽ കാണാം. ദീർഘമായൊരായത്താണ്. അതിൻ്റെ അവസാനം തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളാകുന്ന പൂർവികരോടൊപ്പം എന്നെ ചേർത്തിത്തരണം. അതാണ് ദീൻ. സ്വാലിഹീങ്ങളായ പൂർവികരോടൊപ്പം എന്നെ ചേർത്തിത്തരണം. ദീനിൻ്റെ നിർവചനം എന്ന് പറഞ്ഞ് ഖുർആൻ മുഴുവൻ പരിശോധിച്ചാലും നമുക്ക് മതോന്നിലാഹിയും സായിക്കുല്ലി ദവില്ലുക്കൂലി എന്നൊക്കെ ദിനചർത്തങ്ങൾ തുഹഫയിൽ പറഞ്ഞ നിർവചനം പോലത്തത് കിട്ടൂല. ദീൻ എന്ത് എന്ന് ചോദിച്ച് ഖുർആനെ സമീപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പൂർവികരോട് ശൃംഖലയായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. തവഫനി മുസ്ലിമൻ, യൂസുഫ് നബി പറയണ്, ആ യാക്കൂബ് നബിയുടെ ഉപദേശം നേരിട്ട് കേട്ട പുത്രനാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ ഉൾക്കൊള്ളിച്ചു തരണം. പൂർവ്വപിത ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതേ പ്രാർത്ഥന നടത്തി. സൂറത്ത് ശുഅറാഇന്റെ 83-ാമത്തെ വാക്യം, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചവനെ എനിക്ക് വിജ്ഞാനം നൽകണം, എന്നെ സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ നീ ചേർത്തിത്തരണം. സ്വാലിഹീങ്ങളോടൊപ്പം ചേർത്തിത്തരണം. പരിശുദ്ധ ഖുർആൻ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിൽ ഇസ്ലാമിന്റെ നിർവചനത്തിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, എന്നെ യഥാർത്ഥ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ആ മാർഗം ഏതെന്ന് ഖുർആൻ വിശദീകരിക്കുന്നത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. വലദ്ദാല്ലീൻ ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ ദേഷ്യത്തിന് വിധേയരായ കുറെ ആളുകളുണ്ട്, ഇടക്ക് വെച്ച് വഴിതെറ്റിപ്പോയവർ. വലദ്ദാല്ലീൻ, ഇടക്ക് പഴച്ചുപോയ കുറെ ആൾക്കാരുണ്ട്, അവരുടെ മാർഗമേയല്ല. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ നീ ചേർത്തി തരണം, നിലനിർത്തി തരണം, എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഇത് 17 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇത് 17 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഈ അനുഗ്രഹിച്ചവരെയും ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ വാക്യത്തിൽ, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ.